നമസ്കാരം. ഗുഡ്നസ് ടിവിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ആരോഗ്യജാലകത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ലൈഫിൽ ഇന്ന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമായി മാറിയിരിക്കുകയാണ് മൊബൈൽ ഫോണും മറ്റ് ദൃശ്യമാധ്യമങ്ങളും. നമ്മളെല്ലാവരും തന്നെ സ്ക്രീനുകൾ ഉപയോഗിക്കുന്നവരാണ്. കുട്ടികളിൽ കണ്ടുവരുന്ന സ്ക്രീൻ ടൈം ഉപയോഗത്തെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അമിതമായ ഉപയോഗം കുട്ടികളുടെ ആരോഗ്യത്തെ സാരമായി തന്നെ ബാധിക്കുന്നുണ്ട്. കുട്ടികളിലെ സ്ക്രീൻ ടൈം ഗുണങ്ങളും ദോഷങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം ചേരുന്നത് എറണാകുളം ലൂർദ് ആശുപത്രിയിലെ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റും വിമൻ ആൻഡ് ചൈൽഡ് ഹെൽത്ത് സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ റിങ്കു തെരേസ ജോസ് ആണ്. നമസ്കാരം മാഡം, ആരോഗ്യജാലകത്തിലേക്ക് സ്വാഗതം. ഒട്ടുമിക്ക വീടുകളിലും മാതാപിതാക്കളുടെ ഒരു വലിയ കൺസേൺ ആണ് കുട്ടികളുടെ സ്ക്രീൻ ടൈം ഉപയോഗത്തെക്കുറിച്ച്. എന്നാൽ എന്താണ് ഈ സ്ക്രീൻ ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മാതാപിതാക്കൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട വസ്തുതകൾ എന്തൊക്കെയാണ്? സ്ക്രീൻ ടൈം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് പല ഡിജിറ്റൽ മീഡിയാസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ TV തൊട്ട് ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്പ്, ഐപാഡ്, പ്ലേ സ്റ്റേഷൻ, എക്സ്ബോക്സ്, മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ, അങ്ങനെ പല ഡിജിറ്റൽ ടെക്നോളജീസും ഉണ്ട്. അപ്പോൾ അതിൽ മൊത്തത്തിൽ നമ്മൾ ഒരു കുട്ടി എത്ര സമയം സ്പെൻഡ് ചെയ്യണോ അതെല്ലാം കൂടിയാണ് നമ്മൾ ഒരു ദിവസത്തെ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത്. സ്ക്രീൻ ടൈം രണ്ട് ടൈപ്പ് ഉണ്ട്, ആക്റ്റീവ് ഉണ്ട്, പാസീവ് ഉണ്ട്. സോ ആക്റ്റീവ് സ്ക്രീൻ ടൈം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ എക്സ്ബോക്സിലോ അല്ലെങ്കിൽ നിൻറ്റെൻഡോയിലോ ഒരു ഗെയിം കളിക്കണം. അപ്പോൾ നമ്മളും അതിൽ ഇൻവോൾവ് ആയിട്ട് ഇൻട്രാക്റ്റീവ് ആയിട്ടാണ് ഒരു കളി. സോ അതേപോലെ ഇപ്പോൾ പോക്കിമോൻ ഗോ അങ്ങനത്തെ പല കാര്യങ്ങളും ആക്റ്റീവ് സ്ക്രീൻ ടൈമാണ്. ഒരു യൂട്യൂബ് വീഡിയോ എടുത്ത് നമ്മളിപ്പോൾ എക്സസൈസ് ചെയ്യണതോ അല്ലെങ്കിൽ ഒരു ഡാൻസ് ചെയ്യണതോ അല്ലെങ്കിൽ ഒരു ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് അത് കണ്ട് ചെയ്യണത്, ഓൾ ദാറ്റ് ഈസ് ആക്റ്റീവ് സ്ക്രീൻ ടൈം. പാസീവ് സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ഥലത്തിരുന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. ഫോർ എക്സാമ്പിൾ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഗെയിമിംഗ് ആണെങ്കിൽ പ്രീപ്ലേഡ് ഗെയിമിംഗ് വല്ലൊരു കളിച്ചത് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പാട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്, അതൊക്കെയാണ് പാസീവ് സ്ക്രീൻ ടൈം എന്ന് പറയുന്നത്. പലപ്പോഴും പാസീവ് സ്ക്രീൻ ടൈമാണ് കൂടുതൽ സമയം നമ്മൾ ചിലവഴിക്കുന്നത്. പിന്നെ ഇപ്പോൾ എന്തോരമാണ് നല്ല സ്ക്രീൻ ടൈം, അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്ക്രീൻ ടൈം എത്ര കൊടുക്കാൻ പറ്റും, അതാണ് ഒരു ഏരിയ ഓഫ് ഡിസ്കഷൻ. സോ ഇപ്പോൾ റിസർച്ച് അനുസരിച്ച് ഇപ്പോൾ അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ്റെയും WHO-ൻ്റെയൊക്കെ റെക്കമെൻഡേഷൻസ് വെച്ച് നോക്കിയാൽ 18 മാസം 1.5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പറ്റുന്ന അത്രയും സ്ക്രീൻ ടൈം ഒഴിവാക്കാം, ഒട്ടും കൊടുക്കാതെ ഇരിക്കുക. കൊടുത്താൽ തന്നെ വേണമെങ്കിൽ ഗ്രാൻഡ് പേരൻസ് ആയിട്ടോ റിലേറ്റീവ്സ് ആയിട്ടോ ഒരു ചെറിയൊരു വീഡിയോ ചാറ്റിംഗ്, ഒന്നിച്ചിരിക്കൽ, കുറച്ച് സൗണ്ട് ഉണ്ടാക്കലും. 2 ഇയേഴ്സ് തുടങ്ങി 5 ഇയേഴ്സ്, ദാറ്റ് ഈസ് പ്രീ സ്കൂൾ ഇയേഴ്സിൽ റെക്കമെൻഡഡ് ടൈം 1 മണിക്കൂറാണ്. മൊത്തത്തിൽ എല്ലാം കൂടി 1 അവർ ടൈമാണ്. അതും ഹൈ ക്വാളിറ്റി എന്ന് വെച്ചാൽ ക്ലിയർ ആയിട്ടുള്ള പടങ്ങൾ, ക്ലിയർ ആയിട്ടുള്ള സൗണ്ട്സ്, വോയിസസ്, ലാംഗ്വേജ്, അതും പ്രിഫറബിളി ഇൻട്രാക്റ്റീവും എഡ്യൂക്കേഷനും വിത്ത് പേരൻസ്. നമ്മൾ കൂടെ ഇരുന്ന് കുട്ടിയുടെ കൂടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് അല്ലെങ്കിൽ കൂടെ കളിച്ച് കൂടെ ഇരുന്ന് കാണുന്നതായിരിക്കും റെക്കമെൻഡഡ്. 6 ഇയേഴ്സിൻ്റെ മുകളിലോട്ട് വരുമ്പോൾ അത് പ്രായം അനുസരിച്ച് വ്യത്യാസങ്ങൾ വരും. ഓരോ പേരൻസിൻ്റെ ഇഷ്ടം അനുസരിച്ച് കുറച്ച് വ്യത്യാസങ്ങളും ഇളവുകളും കൊടുക്കാം. പിന്നെ നമ്മളുടെ ഫിലോസഫി, നമ്മുടെ കൾച്ചർ അനുസരിച്ചും നമുക്ക് കുറച്ച് ഡിഫറൻസസ് ഉണ്ടാക്കാം. കുറച്ചും കൂടി ലെസ് റിജിഡാണ് ടൈം ലിമിറ്റേഷൻസ് അവിടെ. ഫോർ എക്സാമ്പിൾ കൊച്ചു കുട്ടികൾക്ക് നമ്മൾ കുറച്ചും കൂടി കുറവ് സമയം കൊടുക്കും, 1.5 to 2 hours കൊടുക്കും. ആ സമയത്ത് ടീനേജേഴ്സ് ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ കുറച്ചും കൂടി സമയം കൊടുത്തെന്നിരിക്കും. സോ അവിടെ ആ ടൈം ലിമിറ്റ് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിരിക്കും. മുൻപൊക്കെ കുട്ടികൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ പുറത്തുപോയി കളിക്കാനും കൂട്ടുകാരോടൊപ്പം ചെലവഴിക്കാനുമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്നത്തെ കുട്ടികൾ മൊബൈൽ ഫോണുമായി ഒറ്റയ്ക്കിരിക്കാനാണ് അവർക്ക് കൂടുതൽ താല്പര്യം.
ഇത്തരത്തിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗം എങ്ങനെയാണ് കുട്ടികളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുക? സ്ക്രീൻ ടൈം നമ്മുടെ കുട്ടികളുടെ ഡെവലപ്മെൻറ്റും ഗ്രോത്തിനെയും ഡെഫിനറ്റ്ലി പല രീതിയിലും എഫക്റ്റ് ചെയ്യണ ഒരു കാര്യമാണ്. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് അവർ എൻവയറമെൻറ്റ്. അപ്പോൾ ഓരോ പ്രായവും സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റും അനുസരിച്ച് ഡിഫറെൻറ്റ് എഫക്ട്സ് ആയിരിക്കും കാണുന്നത്. പിന്നെ ചില എഫക്ട്സ് ഓഫ് കോഴ്സ് ഏത് പ്രായത്തിലും കാണുന്ന എഫക്ട്സ് ആയിരിക്കും. ചെറിയ കുട്ടികളിൽ ബിലോ 3 or ബിലോ 5 years ആകുമ്പം ആ സമയത്താണ് നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റും ഗ്രോത്തും കൂടുതലും നടക്കുന്നത്. സോ ആ സമയത്ത് അധികം സ്ക്രീൻ ടൈം ഉണ്ടെങ്കിൽ ആ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെയും ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസിനെയും എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ അധികം സ്ക്രീൻ ടൈം കാണിക്കുന്ന കുട്ടികൾ പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടീസ് കാണാറുണ്ട്. പിന്നെ ഈ വേറെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൽ സ്ലോനെസ് കാണിക്കാറുണ്ട്. പിന്നെ നമ്മൾ വേറൊരു കാര്യം കാണുന്നത് ഈ കുട്ടികളുടെ സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ സോഷ്യൽ ഇൻട്രാക്ഷൻസിൻ്റെ കൂടെയാണ്. ഇപ്പോൾ അമ്മേനെ നോക്കി ചിരിക്കുമ്പോൾ അമ്മ തിരിച്ച് ചിരിക്കും, അച്ഛനോടൊരു സൗണ്ട് ഉണ്ടാക്കുമ്പോൾ അച്ഛൻ തിരിച്ച് വർത്താനം പറയും. സോ അത് കണ്ടാണ്, അത് മോഡൽ ചെയ്താണ് കുട്ടികൾ ലാംഗ്വേജും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും സോഷ്യൽ സ്കിൽസും പിക്കപ്പ് ചെയ്യണം. പക്ഷേ കുട്ടീനെ ഫുൾ ടൈം ഒരു സ്ക്രീനിൻ്റെ മുമ്പിൽ വെച്ചാൽ ഇങ്ങനത്തെ ഡെവലപ്മെൻറ്റ്, ഈ ഇൻറ്ററാക്റ്റീവ് ഡെവലപ്മെൻറ്റ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ സോഷ്യൽ സ്കിൽസ് ഡെഫിസിറ്റ്സ്, കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടീസ് എല്ലാം കൂടുതലായിട്ട് നമ്മൾ കാണും. അതേപോലെ തന്നെ ആ പ്രായത്തിൽ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് ഡെവലപ്മെൻറ്റിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റേഴ്സ് കാണുക, അല്ലെങ്കിൽ പുതിയ സ്ഥലത്ത് പോയി ഓരോ കാര്യങ്ങൾ ചെയ്യുക, പല കാര്യങ്ങളും ടച്ച് ആൻഡ് സെൻസേഷൻസിൽ കൂടി നമ്മൾ പഠിച്ചെടുക്കുന്നത്. സ്ക്രീനിൻ്റെ മുമ്പിലാവുമ്പം ഇങ്ങനത്തെ എക്സ്ട്രാ സ്റ്റിമുലേഷനൊക്കെ വളരെ കുറവായിരിക്കും. സോ ഈ രീതിയിലൊക്കെ ഡെവലപ്മെൻറ്റിനെ ഡെഫിനറ്റായിട്ട് എഫക്റ്റ് ചെയ്യും. പിന്നെ കുറച്ചും കൂടി വലിയ പ്രായത്തിലോട്ട് പോകുമ്പോൾ കുട്ടികൾ പലപ്പോഴും സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ TV കാണലോ അല്ലെങ്കിൽ വേറെ സ്ക്രീൻസിൻ്റെ മുമ്പിൽ ഇരിക്കലായിരിക്കും നമ്മൾ കാണുന്നത്. അവിടെ ഇരുന്ന് അതിൻ്റെ മുമ്പിൽ സ്നാക്സും ആഫ്റ്റർ സ്കൂൾ ഫുഡും കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. സോ ആ രണ്ട് രീതി, ഈ സെഡൻറ്ററി ആയിട്ട് ഇരിക്കുന്നതും ഒരു കൺട്രോൾ ഇല്ലാതെ ഇങ്ങനെ കണ്ടുകൊണ്ട് തിന്നതും കൊണ്ട് ഒബീസിറ്റി ഒരു വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നതാണ് കുട്ടികളിൽ. ഒബീസിറ്റി വരുമ്പോൾ പല പ്രശ്നങ്ങളും ഭാവിയിലുണ്ടാവും. ഇപ്പോൾ മെറ്റബോളിക്കായിട്ട്, ഇപ്പോൾ ശാരീരികമായിട്ടും പല ഹോർമോൺസിനും ഒക്കെ വ്യത്യാസം വരാം. അതേപോലെ തന്നെ അധികം വണ്ണമാകുമ്പോൾ പല ബോഡി ഇമേജ് ഡിസ്റ്റർബൻസസും, കുട്ടിയുടെ കോൺഫിഡൻസ് ലെവൽസ് ഡ്രിപ്പ് ചെയ്യാനും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുകൾ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ മുമ്പിൽ വഴി തെളിക്കുന്നതാണ് ഒബീസിറ്റി. ഒബീസിറ്റി കഴിഞ്ഞാൽ വേറൊരു കാര്യം കുട്ടികൾക്ക് ആവശ്യമുള്ളത് ഒരു റെഗുലർ സ്ലീപ്പ് ഹാബിറ്റ്, അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് സ്ലീപ്പ് പാറ്റേൺ വേണ്ടതാണ്. ഈ നമ്മുടെ പല സ്ക്രീൻസും ഇൻറ്റേർണലി ലൂമിനസൻ്റ് ആണ്, ലൈറ്റുള്ള എമിറ്റിംഗ് സ്ക്രീൻസാണ്, പ്രത്യേകിച്ച് ഒരു ബ്ലൂ സ്പെക്ട്രത്തിൽ. ഈ ലൈറ്റ് റിസർച്ച് കാണിച്ചിട്ടുണ്ട് നമ്മുടെ ബ്രെയിനിൽ അടിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മെലറ്റോണിൻ സെക്രീഷനെ ബാധിക്കുന്നുണ്ട്. മെലറ്റോണിൻ സെക്രീഷൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ സ്ലീപ്പ് വേക്ക് സൈക്കിളിലും വ്യത്യാസം വരും. അപ്പോൾ പല കുട്ടികൾക്കും ഉറക്കം വരാനും വൈകാൻ സാധ്യതയുണ്ട്. ഉറക്കം വന്നു കഴിഞ്ഞാൽ ഫ്രീക്വൻ്റ് ആയിട്ട് രാത്രിയിൽ ഡിസ്റ്റർബ്ഡ് ആകാനും, അതേപോലെ തന്നെ രാവിലെ അതുകൊണ്ട് എണീക്കാനും ബുദ്ധിമുട്ട്, എണീറ്റാൽ തന്നെ ഉറക്കം തൂങ്ങി ഇരിക്കാനും സാധ്യത കൂടുതലാണ്. സോ ഇങ്ങനെയാണ് വേറൊരു പ്രോബ്ലം വന്നത്. പിന്നെയുള്ളത് കൂടുതലും സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. കുട്ടികൾ സ്ക്രീൻ ടൈം അധികം കാണുമ്പം ഇത് കൊച്ചു കുട്ടികളെ പോലെ തന്നെ നമ്മുടെ ആ വെർച്വൽ വേൾഡിലായിരിക്കും നമ്മുടെ ഫ്രണ്ട്സും റിലേഷൻഷിപ്സും, വെർച്വൽ വേൾഡിലായിരിക്കും നമ്മുടെ സോഷ്യൽ ഇൻട്രാക്ഷനും. സോ അങ്ങനെ വരുമ്പോൾ ഒരു റിയൽ വേൾഡിൽ നമ്മൾ എന്തൊക്കെ സോഷ്യൽ സ്കിൽസ് ഉപയോഗിക്കണം, എങ്ങനെയൊക്കെ ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാവണം, അതിനൊക്കെ കുറവ് വന്നിരിക്കും. സോ അങ്ങനെ വരുമ്പം ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ പലപ്പോഴും കുട്ടികൾക്ക് എങ്ങനെയാണ് പെരുമാറേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് അറിവില്ലാതെ വരും. നെക്സ്റ്റ് പ്രോബ്ലം, നമ്മൾ എന്താണ് കുട്ടികളെ കാണിക്കണമെന്നും അനുസരിച്ചിരിക്കും. അധികം വയലൻസ്, അഗ്രഷൻ അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന ഏജ് ഇന്നോപ്രോപ്രിയേറ്റ് കണ്ടൻ്റ് ഉള്ള പ്രോഗ്രാംസാണ് കാണുന്നതെങ്കിൽ കുട്ടികളിൽ രണ്ട് കാര്യം വരാം. വയലൻസ് സീൻസൊക്കെ കാണുമ്പോൾ പല കുട്ടികളും വയലൻസിന് അഗെയിൻസ്റ്റ് ഒരു വാക്സിൻ കിട്ടണ പോലെ വയലൻസ് കണ്ടാൽ അവർക്ക് ആ വലിയ റിയാക്ഷൻ ഇല്ലാതെയാവും. അപ്പോൾ വയലൻ്റ് ആകാനും സാധ്യത കൂടുതലാണ്, അഗ്രസീവ് ആവാനും സാധ്യത കൂടുതലാണ് വയലൻ്റ് ഗെയിംസ് കാണുമ്പോൾ. അതേപോലെ തന്നെ ചില കുട്ടികൾ
ഇങ്ങനത്തെ വയലൻസും അഗ്രഷനും പ്രശ്നങ്ങളും കാണുമ്പം അവർക്ക് പേടി കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ കൂടുതലും ആങ്ഷ്യസ് ആവാൻ സാധ്യതയുണ്ട്, വിഡ്രോൺ ആവാൻ സാധ്യതയുണ്ട്. ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, ഫോബിയാസും പാനിക് ഡിസോർഡറും അങ്ങനെയൊക്കെ ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ പലപ്പോഴും നമ്മളുടെ കുട്ടികളുടെ വേൾഡ് ഈ ഒരു ഡിജിറ്റൽ ലൈഫിൽ മാത്രമാവുക അല്ലെങ്കിൽ അധികമായിട്ട് അതിൽ മാത്രം സ്പെൻഡ് ചെയ്യുമ്പം മൂഡ് ചേഞ്ചസ് കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ മൂഡ് ദേഷ്യത്തിലോട്ടാവാം, സങ്കടത്തിലോട്ടാവാം, ആങ്സൈറ്റിയിലോട്ടാവാം, ഇങ്ങനെ പല മൂഡ് ചേഞ്ചസും ഫ്ലക്ച്വേഷൻസും അധികം കാണാം. കൊച്ചുകുട്ടികളിൽ ടാൻട്രംസും അധികം കാണാം. അതേപോലെ തന്നെ ഫാമിലി റിലേഷൻഷിപ്സിനും എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പല വീടുകളിലും ഈ സ്ക്രീൻ ടൈം കൺട്രോൾ ചെയ്യേണ്ടതും നിർത്താൻ പറയുന്നതും എല്ലാം ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കണേ. പേരൻസും കുട്ടികളും തമ്മിൽ ഒരു ബാറ്റിൽ ഫീൽഡായി മാറുന്നതാണ് കാണുന്നത്. സോ അതുകൊണ്ട് ഫാമിലി റിലേഷൻഷിപ്സ് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. പേരൻസ് തമ്മിൽ വഴക്ക് ഈ കാര്യത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വീട്ടിൽ ഡിസിപ്ലിൻ ഇല്ല എന്ന് കേൾക്കുന്നത് സാധ്യതയുണ്ട്. സോ ആ കുട്ടി വളർന്നു വരുന്ന എൻവയറമെൻറ്റിനെ പോലും എഫക്റ്റ് ചെയ്യും. ഒരു കുട്ടിയുടെ നല്ല വളർച്ചയ്ക്ക് നമ്മുടെ ബോഡി ഹെൽത്തി ആയിരിക്കണം, നമ്മുടെ മാനസിക വളർച്ച നല്ല രീതിയിലായിരിക്കണം. അതേ കൂടി തന്നെ നമ്മുടെ ചുറ്റിലുള്ള എൻവയറൺമെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 3 കാര്യത്തിലും സ്ക്രീൻ ടൈം അധികമായാൽ എഫക്റ്റ് ഉണ്ടാവും. മാഡം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ സോഷ്യൽ മീഡിയയ്ക്കും മറ്റു മാധ്യമങ്ങൾക്കും അഡിക്റ്റായി മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുന്ന കാഴ്ചയാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. എന്നാൽ ഒരു കുട്ടി മൊബൈൽ ഫോണിന് അല്ലെങ്കിൽ സ്ക്രീനുകൾക്ക് അഡിക്റ്റായി എന്ന് മാതാപിതാക്കൾ തിരിച്ചറിയേണ്ടത് എങ്ങനെയാണ്? അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കുറേ കാണുന്നോ അല്ലെങ്കിൽ കുറേ സമയം സ്പെൻഡ് ചെയ്യണമെന്നതിലും ഒരു ലെവല് ഡിഫറെൻ്റ് ആണ്. നമ്മൾ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ അതൊരു മാനസിക ആരോഗ്യ പ്രശ്നമായി മാറുമ്പോഴാണ് നമ്മൾ അഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ബിഹേവിയറിലും വ്യത്യാസം ഉണ്ടാവും, അതേപോലെ തന്നെ ബ്രെയിൻ സർക്യൂട്ടറിയിലും ചേഞ്ചസ് നമുക്ക് കാണാം. സോ നമ്മളൊരു ഇപ്പോൾ ഇൻ്റർനെറ്റ് അഡിക്ഷനോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അഡിക്ഷൻ എന്നോ പറഞ്ഞാൽ ഈ കുറേ സമയം അമിതമായിട്ട് സമയം ഈ ഒരു ഇതിൽ ചിലവാക്കുന്നത് കൂടെ വേറെ കുറേ സിംറ്റംസും നമുക്ക് കാണാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ആ സ്ക്രീനിൻ്റെ മുമ്പിലല്ലെങ്കിൽ കുട്ടി ചിലപ്പോൾ റെസ്റ്റ്ലെസ് ആയിട്ട് കാണും, എപ്പോഴും സ്ക്രീൻ ചോദിക്കുന്നത് പോലെ ആയിരിക്കും, അല്ലെങ്കിൽ സ്ക്രീനിൻ്റെ കാര്യം മാത്രം അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന കുട്ടികളാവാം. പിന്നെ കുറച്ച് സമയം കൊടുത്താലും മതിയാവത്തില്ല, ഇനി കുറേ 4 hours 6 hours എല്ലാം ഭക്ഷണം കഴിക്കാതെയും ബാത്റൂമിൽ പോവാതെയും സ്പെൻഡ് ചെയ്യാനത് തുടങ്ങും. പിന്നെ സ്ക്രീൻ ഇല്ലാത്തപ്പോൾ കുട്ടിയുടെ സ്വഭാവത്തിലും വ്യത്യാസങ്ങൾ, ദേഷ്യം കൂടുതൽ, പൊട്ടിത്തെറികൾ, കരച്ചിൽ, അങ്ങനത്തെയൊക്കെ സ്വഭാവങ്ങൾ വരാൻ കാണാം. പിന്നെ ഒരു അഡിക്ഷനിൽ നമ്മൾ കാണുന്നത് ഒരു കൺട്രോൾ വിട്ടുപോണെയാണ്. പണ്ട് 1 മണിക്കൂറിനാവും കൊച്ച് ലാപ്ടോപ്പ് അടച്ച് വേറെ കാര്യങ്ങൾ കളിക്കാൻ പോണതിന് പകരം 1 മണിക്കൂറല്ല 2 മണിക്കൂറായാലും അത് സ്വയമായിട്ട് നിർത്താനോ മറ്റുള്ളവർ പറഞ്ഞാൽ നിർത്താൻ ദേഷ്യം കാണിക്കുന്നതും നമുക്ക് കണ്ടു തുടങ്ങാം. അതിൻ്റെ കൂടെ തന്നെ ഈ സ്ക്രീൻ ടൈം അല്ലെങ്കിൽ അധികം സ്ക്രീൻ ടൈം അവരുടെ ഫങ്ഷനിങ്, ഇപ്പോൾ പഠിത്തത്തിലായാലോ അല്ലെങ്കിൽ പെരുമാറ്റത്തിലായാലോ അല്ലെങ്കിൽ ഫാമിലി റിലേഷൻഷിപ്സിലായാലോ അതിലൊക്കെ ബുദ്ധിമുട്ടുകൾ വന്ന് കാണുമ്പോൾ അത് അഡിക്ഷൻ്റെ ഒരു സൈനായിട്ട് കാണാം. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോഴാണ് സ്ക്രീൻ ടൈം ഒരു അഡിക്ഷൻ ആയിട്ട് മാറുന്നത്. മാഡം, നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് സോഷ്യൽ മീഡിയയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ചും ഉപയോഗ രീതികളെക്കുറിച്ചിട്ടുമാണല്ലോ. എന്നാൽ റിലേഷൻസ് എൻഹാൻസ് ചെയ്യാനും മറ്റ് നെറ്റ്വർക്കിങ്ങിനും സോഷ്യൽ മീഡിയ നമ്മെ ഏറെ സഹായിക്കുന്നുണ്ട്. കുട്ടികൾ സ്ക്രീനുകൾ അല്ലെങ്കിൽ മറ്റ് ദൃശ്യമാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് മൂലമുള്ള പോസിറ്റീവ് വശങ്ങൾ എന്തെല്ലാമാണ്? സ്ക്രീൻ ടൈം പല രീതിയിലും കുട്ടികളുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് ആയിട്ടും നമുക്ക് വരുത്താൻ പറ്റും. ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് സ്ക്രീൻ ടൈം ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ വളരെ പാടായിരിക്കും നമുക്ക് അത് ഇമാജിൻ ചെയ്യാൻ തന്നെ അവർക്കും. സോ നമ്മളത് എങ്ങനെയൊക്കെയാണ് ആ എക്സ്പീരിയൻസ് വരുത്തുന്നത്, അതിൽ നിന്ന് നമുക്ക് പല ബെനിഫിറ്റ്സും വരുത്താൻ പറ്റും. അത് ഒരു പ്രായം അനുസരിച്ചായിരിക്കും നമ്മൾ ബെനിഫിറ്റ്സ് കാണുന്നത്. ഇപ്പോൾ ചെറിയ കുട്ടികൾ 2 to 5 എന്ന് വെക്കും, പ്രീ സ്കൂളിൽ, അതിൽ നമുക്ക് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിനും ആൽഫബറ്റ് റെക്കഗ്നിഷനും കമ്മ്യൂണിക്കേഷനും ഒക്കെ പല ടൈപ്പ് പ്രോഗ്രാംസ് ഉണ്ട്. സോ അതിൽ നമുക്ക് ഡെവലപ്മെൻറ്റിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും.
അതേപോലെ തന്നെ സ്പെഷ്യൽ എബിലിറ്റീസ് ഉള്ള കുട്ടികൾ, ഇപ്പോൾ ഓട്ടിസം ആയാലോ ADHD ആയാലോ, അതിന് ഉചിതമായിട്ടുള്ള ആപ്സും എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ഉണ്ട് അവരെ സഹായിക്കാനായിട്ട്. സോ അങ്ങനത്തെ എഡ്യൂക്കേഷണൽ ആപ്സ് ഉപയോഗിച്ച് നമുക്ക് പലപ്പോഴും അവരുടെ ഡെവലപ്മെൻറ്റിനെ നമുക്ക് പോസിറ്റീവായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും. രണ്ടാമത്, ഈ നമ്മൾ വലിയ കുട്ടികളാകുമ്പം നമുക്ക് അവരെ ഇപ്പോൾ ഇൻഫോർമേഷൻ കിട്ടാനും റിസർച്ചിനും അസൈൻമെൻറ്റ്സിന് കംപ്ലീഷനും അവർക്കായിട്ട് അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പലപ്പോഴും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിയുമ്പം ഈ ക്രിയേറ്റിവിറ്റി, ഫോർ എക്സാമ്പിൾ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ്, ക്രിയേറ്റീവ് മെത്തേഡ്സ് ഓഫ് ഹാൻഡ്ലിങ് പ്രോബ്ലംസ്, അത് നമുക്ക് പറഞ്ഞു കൊടുക്കുന്നതിലും നല്ലത് ഈ സ്ക്രീൻ ടൈം ഉപയോഗിച്ച് പല ഇതിലും നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. മ്യൂസിക് കമ്പോസ് ചെയ്യാനുള്ള ആപ്സ് ഉണ്ട്, പിന്നെ ക്രിയേറ്റീവ് റൈറ്റിംഗ്, ബ്ലോഗിങ്, ബ്ലോഗിങ്, അതെല്ലാം അങ്ങനത്തെ ഒരു സൂപ്പർവൈസ്ഡ് ആക്ടിവിറ്റി ആകുമ്പോൾ പലപ്പോഴും നമുക്ക് കുട്ടികളുടെ ക്രിയേറ്റീവ് സ്കിൽസിനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. സ്ക്രീൻ ടൈം അഡിക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികളുടെ സ്വഭാവ രീതികൾ മാറുമെന്ന് ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചല്ലോ. എന്നാൽ അവരുടെ മാനസികാരോഗ്യത്തെ ബാധിക്കാതെ മാതാപിതാക്കൾ ഈ സിറ്റുവേഷൻസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? കുട്ടികളുടെ സ്ക്രീൻ ടൈം പേരൻസ് ആണ് ഡയറക്റ്റ് ചെയ്യേണ്ടത്. അത് ഏത് പ്രായത്തിലായാലും ഒരു ഡിഗ്രി ഓഫ് ഇൻവോൾവ്മെൻറ്റ് പേരൻസിൻ്റെ ഉണ്ടെങ്കിലേ ഈ ഒരു സ്ക്രീൻ ടൈം നല്ല രീതിയിൽ പോകാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ഏറ്റവും ആദ്യത്തത്, ഇത് നമ്മൾ പറ്റുന്ന അത്രയും ചെറിയ കുട്ടികൾക്ക് കൊടുക്കാതെ ഇരിക്കുക. ബിക്കോസ് നമുക്കത് ഈ സ്ക്രീൻ ടൈമിൽ നിന്ന് വന്ന ദൂഷ്യങ്ങൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് വെറുതെ മൊബൈലോ അല്ലെങ്കിൽ ഐപാഡോ വെറുതെ എടുത്തു കൊടുക്കാതെ ഇരിക്കുക. ഒരു 2 വയസ്സ് വരെയെങ്കിലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ അത് കുട്ടികളുടെ ഡെവലപ്മെൻറ്റിന് വളരെ നല്ലതായിരിക്കും. പിന്നെ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുമ്പം കുറച്ച് സമയത്തേക്ക് കൊടുക്കാം. അതുമാത്രമല്ല, കുട്ടികളുടെ കൂടെ നമ്മളും ഇരിക്കുക. അപ്പോൾ അവരെന്താ കാണുന്നത്, അവർക്ക് എന്തോരം മനസ്സിലായി, അത് നമുക്കും ഒരു പങ്കുണ്ട്. അപ്പോൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞ് കുട്ടിക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് സ്ക്രീൻ ഒന്ന് പോസ് ചെയ്തിട്ട് കുട്ടിക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഇപ്പോൾ കുട്ടിക്ക് പേടിയാവണ പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമോഷണൽ റിയാക്ഷൻ ഉണ്ടെങ്കിലും നമുക്ക് ആ സമയത്ത് ഇൻ്റർവീൻ ചെയ്ത് അതിൻ്റെ എഫക്ട്സ് നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ കുട്ടി വലിയതാകുമ്പോഴത്തേക്കും നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ, കുട്ടികളുടെ സ്ക്രീൻ ടൈം ടൈം ഡ്യൂറേഷൻ നമ്മുടെ കൺട്രോളിലായിരിക്കണം. അതൊരു പ്രീ ഡിറ്റർമിൻഡ് കുട്ടിയായിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മൾ പറയുന്ന ഒരു സമയത്തായിരിക്കണം. അല്ലാതെ കുട്ടിക്ക് തോന്നണ പോലെയോ അന്നത്തെ മൂഡ് അനുസരിച്ചോ നമ്മൾ സമയം കൊടുത്താൽ അതെപ്പോഴും ഒരു വഴക്കിനും ബഹളത്തിനും കാരണമാവാനാണ് സാധ്യത. അപ്പോൾ ഒരു ഫിക്സ്ഡ് സ്ക്രീൻ ടൈം അത് ഓരോ പേരൻസ് ഓരോ ഫാമിലിയിലും ഡിസൈഡ് ചെയ്യണം, കുട്ടിയുടെ പ്രായം അനുസരിച്ചും വേറെ സിറ്റുവേഷൻസും അനുസരിച്ച്. ഫോർ എക്സാമ്പിൾ ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ കുറവ് സ്ക്രീൻ ടൈം ആയിരിക്കും, അല്ലെങ്കിൽ സ്ക്രീൻ ടൈം ഉണ്ടായില്ല എന്നിരിക്കും. ആ സമയത്ത് അധികം ഇപ്പോൾ വെക്കേഷൻ ആകുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ലോക്ക്ഡൗൺ പീരീഡിലോ അല്ലെങ്കിൽ വീക്കെൻഡ്സിലോ സമയം അധികം ഉള്ളപ്പം കുറച്ചും കൂടി സമയം കൊടുത്തെന്നിരിക്കും. അത് ഓരോ പ്രായം അനുസരിച്ച് കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ കുട്ടി സ്ക്രീൻ ടൈം ഉപയോഗിക്കുമ്പോൾ അത് കൊടുക്കുന്ന പ്രോഗ്രാംസും കൊടുക്കുന്ന ആപ്സും ചാറ്റ് റൂംസും അല്ലെങ്കിൽ ഏതൊക്കെയാണ് വെബ്സൈറ്റിൽ പോണത്, എന്തൊക്കെയാണ് കുട്ടി നോക്കുന്നത്, അതെല്ലാം നമുക്ക് ഒരു കണക്കിന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ ഗെയിംസ് ആയാലും അല്ലെങ്കിൽ പ്രോഗ്രാംസ് ആയാലും പ്രീവ്യൂ നമ്മൾ നടത്തണം. ഫോർ എക്സാമ്പിൾ പേരൻസ് നേരത്തെ തന്നെ ഒറ്റയ്ക്ക് ഇന്ന് പ്രീവ്യൂ ചെയ്ത് ഏജ് അപ്രോപ്രിയേറ്റ് ആണോ, നമ്മുടെ വാല്യൂസിന് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കണ്ടൻറ് ആണോ വന്നത്, അതെപ്പോഴും നേരത്തെ നോക്കിയിട്ട് എന്നിട്ട് അതിന് ഓക്കെ പറയുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെയുള്ളൊരു കാര്യം, ഈ നമ്മൾ എന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നത്, കുട്ടികൾ എന്തൊക്കെ അപ്ലോഡ് ചെയ്യും, ഫോട്ടോസ് ആയാലോ ടെക്സ്റ്റ് ആയാലോ വീഡിയോസ് ആയാലോ, പലപ്പോഴും കുട്ടികൾക്ക് അത് ഡിലീറ്റ് ചെയ്താൽ പോയെന്നാണ് വിചാരം. പക്ഷേ ഒരു സാധനം നെറ്റിലോട്ട് പോയാൽ അത് ആരുടെ കൺട്രോളിലാണ്, എവിടെയൊക്കെ പോവും, ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എൻഡ്ലെസ് ടൈം അതിന് ഒരു ലൈഫ് ഉണ്ടെന്നുള്ള കാര്യം കുട്ടികൾക്ക് പലപ്പോഴും അറിയത്തുണ്ടാവില്ല. അപ്പോൾ അതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടതും നമ്മുടെ ഇതാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ പല ഡേഞ്ചറസ് ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെയുള്ളത്, കുട്ടികളെ കൂടുതലും നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റണം. ഈ ഫോർ എക്സാമ്പിൾ അവർക്ക് ഇപ്പോൾ എഡ്യൂക്കേഷണൽ അല്ലെങ്കിൽ കോ എഡ്യൂക്കേഷണൽ ഏതൊക്കെ ആപ്സാണുള്ളത്, ഏതൊക്കെ ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാം, ആക്റ്റീവ് സ്ക്രീൻ ടൈമിലോട്ട്. ഫോർ എക്സാമ്പിൾ ഒരു എക്സസൈസ് വീഡിയോ കാണുന്നത്, അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ വീഡിയോ, അല്ലെങ്കിൽ ഒരു യോഗ വീഡിയോ, അങ്ങനത്തെ ഇതിലോട്ടൊക്കെ നമ്മൾ നേരത്തെ ശ്രദ്ധ തിരിച്ചാൽ അവരും അതിൽ ഇൻട്രസ്റ്റഡ് ആവും, കൂടുതൽ സമയം ആക്റ്റീവായിട്ട് സ്പെൻഡ് ചെയ്യും. പിന്നെ ചില സമയങ്ങളിൽ സ്ക്രീൻ ഇല്ലാത്ത സമയങ്ങളാക്കി മാറ്റേണ്ട ആവശ്യമുണ്ട്.
ടെക് ഫ്രീ ടൈംസ്, ടെക് ഫ്രീ സോൺസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ലഞ്ച് ടൈം, അല്ലെങ്കിൽ ഫാമിലി ടൈം, അല്ലെങ്കിൽ പ്ലേ ടൈം, അല്ലെങ്കിൽ എക്സസൈസ് ടൈം. ആ സമയത്ത് ഇതൊരു ഡിസ്ട്രാക്ഷനായിട്ട് കൊണ്ടുവരരുത്, അത് അടുത്തുണ്ടാവരുത്. അതേപോലെ തന്നെ ടെക് ഫ്രീ സോൺസ് പറയും. ഫോർ എക്സാമ്പിൾ കിടക്കണ സ്ഥലം, ബെഡ്റൂമിൽ വെച്ച് പലപ്പോഴും കണ്ട ആ ബെഡിൽ കിടന്നായിരിക്കും കുട്ടി കാണുന്നത്. അപ്പോൾ അത് തന്നെ ഒബീസിറ്റിയിലോട്ട് കൂടുതലും നയിക്കുമെന്ന് സ്റ്റഡീസുണ്ട്. അതേപോലെ തന്നെ അധികം ലേറ്റായിട്ട് ബെഡിൽ കിടന്ന് ഈ സ്ക്രീൻസ് കണ്ടാൽ പലപ്പോഴും കുട്ടിയുടെ സ്ലീപ്പ് ടൈംസിനെ എഫക്റ്റഡ് ആവും. പിന്നെ സ്ക്രീൻ ടൈം വെക്കേഷൻസ് എന്ന് പറയും. സ്ക്രീൻ ഒട്ടുമില്ലാത്ത ചില ദിവസങ്ങൾ സ്ക്രീൻ ഡി അഡിക്ഷൻ എന്ന് തന്നെ പറയാം. കുറച്ച് നാളത്തേക്ക് ഒരു സ്ക്രീൻ ഉപയോഗിക്കാതെ ഇരിക്കുക, അതിന് പകരം വേറെ ആക്ടിവിറ്റീസ് കൊടുക്കുക. പിന്നെ നമ്മുടെ കുട്ടികൾ അധികം സ്ക്രീൻ ഉപയോഗിക്കേണ്ടെന്നൊരു പേടിയുണ്ടെങ്കിൽ നമ്മൾ ആ ടൈം റെസ്ട്രിക്റ്റ് ചെയ്യണതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേറെ ആക്ടിവിറ്റീസിലോട്ട് കുട്ടികളെ നയിക്കണം. ഫോർ എക്സാമ്പിൾ ഇത് മാറ്റിയാൽ കുട്ടി അപ്സെറ്റായിട്ടിരിക്കും. പക്ഷേ ആ മാറ്റുന്നതിൻ്റെ കൂടെ നമ്മളിപ്പോൾ കുട്ടിയുടെ കൂടെ ഇപ്പോൾ ഒരു ബോർഡ് ഗെയിം കളിക്കുകയോ അല്ലെങ്കിൽ ഒരു പസിൽ ചെയ്യുകയോ അല്ലെങ്കിൽ കുട്ടിയുടെ കൂടെ ഒരു എക്സസൈസ് വീഡിയോ അല്ലെങ്കിൽ ഒരു സുംബ ഡാൻസ് വീഡിയോയിൽ നമ്മളെല്ലാവരും കൂടി ചെയ്താൽ അപ്പോൾ ആ കുട്ടി ആ സ്ക്രീൻ ടൈം മാറ്റി വെക്കണതിൻ്റെ ദേഷ്യവും സങ്കടവും നമുക്ക് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ആക്ടിവിറ്റിയും എപ്പോഴും കൊടുക്കുന്നത് നല്ലതാണ് ഇങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ. മൊബൈൽ ഫോണിൻ്റെയും മറ്റ് സ്ക്രീനുകളുടെയും ഉപയോഗം കുട്ടികളുടെ മാനസികാരോഗ്യത്തെ സാരമായി ബാധിക്കുമ്പോഴുണ്ടാകുന്ന അപകട സൂചനകൾ എന്തൊക്കെയാണ്? സ്ക്രീൻ ടൈം ഒരു പ്രശ്നമായി മാറുന്നത് എപ്പോഴാണെന്ന് നമുക്കറിഞ്ഞാൽ നമുക്ക് നേരത്തെ ഇൻ്റർവീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ സാധാരണ പേരൻസ് നോക്കി നിൽക്കേണ്ട റെഡ് സിഗ്നൽസ് ഇതൊക്കെയാണ്. കുട്ടികളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസം, ഫോർ എക്സാമ്പിൾ ഭയങ്കര മൂഡി ആയിട്ടിരിക്കുക, ഇതില്ലെങ്കിൽ വളരെ ബോർഡാണ്, വളരെ റെസ്റ്റ്ലെസ് ആണ്, അതിങ്ങനെ അന്വേഷിച്ചുകൊണ്ടും ചോദിച്ചുകൊണ്ടും നടക്കൽ, ഈ ദേഷ്യം കൂടുതൽ വരൽ, പിന്നെ അക്കാഡമിക്കായിട്ട് ഇഷ്യൂസ് വരുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധയില്ല, പഠിച്ചിട്ടും ഓർത്തിരിക്കുന്നില്ല, നന്നായിട്ട് പഠിച്ചുകൊണ്ടൊരു കുട്ടിയുടെ ഗ്രേഡ്സ് കുറയുമ്പം, അല്ലെങ്കിൽ ഇത് ഒളിച്ചിരുന്ന് കാണാൻ നോക്കൽ, നമ്മൾ മാറ്റി വെച്ചാലും നമ്മളോട് പറയാതെ ഇത് എങ്ങനെയെങ്കിലും എടുക്കാൻ നോക്കൽ, ദേഷ്യം കൂടുതൽ, ഉറക്കക്കുറവ്, കരച്ചിൽ കൂടുതൽ, അങ്ങനത്തെയൊക്കെ സൈൻസ് വരുമ്പം ഈ കുട്ടിക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുള്ള റെഡ് സിഗ്നൽസ് ആണ്. അത് സ്ക്രീൻ ടൈമായിട്ട് ലിങ്ക്ഡ് ആണെങ്കിൽ ചിലപ്പോൾ സ്ക്രീൻ ടൈമിനായിരിക്കും ഇതിൻ്റെ കോസ് എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പം അത് ഒന്നെങ്കിൽ സ്കൂളിലെ കൗൺസിലറായിട്ടോ അല്ലെങ്കിൽ നമ്മൾ തന്നെ കുട്ടിയുടെ കൂടെ സംസാരിച്ചൊന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കി എടുത്തിട്ട് കുറച്ചും കൂടി ചേഞ്ചസ് വരുത്തിയാൽ അത് നമുക്ക് വീട്ടിൽ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അത് വീട്ടിൽ ഹാൻഡിൽ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വരിക, കുട്ടി വളരെ അഗ്രസീവ് ആവുക, അല്ലെങ്കിൽ വളരെ സങ്കടപ്പെടുക, അല്ലെങ്കിൽ വല്ല സൂയിസൈഡൽ ബിഹേവിയർ കാണിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പ്രൊഫഷണൽ ഹെൽപ്പും കൗൺസിലിങ്ങും ആവശ്യമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അത് അധികം വൈകിക്കാത്തതാണ് എപ്പോഴും നല്ലത്. ഈ ലോക്ക്ഡൗൺ കാലത്ത് കുട്ടികളിലും മുതിർന്നവരിലും ഇന്റർനെറ്റിന്റെ ഉപയോഗം വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ടല്ലോ. ഈ ഒരു സാഹചര്യത്തെ ഡോക്ടർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോഴത്തെ സ്പെഷ്യൽ സർക്കംസ്റ്റൻസിൽ ഈ കോവിഡ് സിറ്റുവേഷനിൽ നമുക്ക് പലപ്പോഴും ചോയ്സസ് കുറവായിരിക്കും സ്ക്രീൻ ടൈം വരുമ്പോൾ. ബിക്കോസ് കുട്ടികളെ പുറത്ത് വിടാനോ വേറെ കുട്ടികളായിട്ട് കളിക്കാൻ വിടാനോ ഗെയിംസിന് വിടാനോ അങ്ങനത്തെ ഒരു സാധ്യത കുറവുള്ള സമയമാണ്, സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ഇപ്പോൾ ആകെയുള്ള ഒരു ആക്ടിവിറ്റി സ്ക്രീൻ ടൈമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഓൺലൈൻ ടീച്ചിങ്ങും തുടങ്ങിയ സ്ഥിതിക്ക് കുട്ടികൾക്ക് സ്ക്രീനിൻ്റെ മുമ്പിൽ ഇരുന്നേ പറ്റുള്ളൂ. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് സ്ക്രീൻ ടൈമിൻ്റെ പോസിറ്റീവ് ബെനിഫിറ്റ്സ് എത്രയും കൂട്ടാൻ പറ്റണോ അതായിരിക്കും ഏറ്റവും ഹെൽത്തി. ഫോർ എക്സാമ്പിൾ നമ്മൾ കുട്ടികളുടെ കണ്ടൻറ്റ് മനസ്സിലാക്കി അവരുടെ കൂടെ അവരുടെ ഇഷ്ടങ്ങളും അവരുടെ താല്പര്യങ്ങളും അതേപോലെ തന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ലെസൺസിൻ്റെ കണ്ടൻറ്റായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള നമുക്ക് എക്സ്ട്രാ പ്രോഗ്രാംസോ ആപ്സോ അത് റിലേറ്റഡ് ആയിട്ടുള്ളത് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ അതിലോട്ട് നമുക്ക് അവരുടെ ശ്രദ്ധ തിരിച്ച് ഉപയോഗിക്കുന്ന സ്ക്രീൻ ടൈം ഇൻട്രാക്റ്റീവും എഡ്യൂക്കേറ്റീവുമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ വീഡിയോ ഗെയിംസ് കുട്ടികളുടെ കൂടെ നമ്മളും ഇരുന്ന് കളിക്കണ പോലെ ആക്കാൻ പറ്റും. അപ്പോൾ അതൊരു ന്യൂ കൈൻഡ് ഓഫ് ഫാമിലി ടൈം ആക്കി മാറ്റാൻ പറ്റും. കുട്ടികളിലെ സ്ക്രീൻ ടൈം ഉപയോഗം
ഗുണങ്ങളും ദോഷവശങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത്. ചർച്ചയിൽ പങ്കെടുത്തത് എറണാകുളം ലൂർദ് ആശുപത്രിയിലെ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റും വിമൻ ആൻഡ് ചൈൽഡ് ഹെൽത്ത് സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ റിങ്കു തെരേസ ജോസ് ആണ്. താങ്ക് യു മാഡം. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ഇൻഫർമേഷൻ.